ദേശീയ തലത്തിൽ തിരൂരിന് വാനോളമുയർത്തിയ അസ്ലഹ് റഹ്മാൻ ഒരു നാടിന്റെ തന്നെ അഭിമാനമായി മാറുകയാണ്. കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ഗോളിയാറിൽ നടന്ന ദേശീയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കേരള ഫുട്ബോൾ ടീമിന്റെ അംഗമായിരുന്നു അസ്ലഹ്. ഈ മത്സരത്തിൽ കേരളത്തിന് 1ാം സ്ഥാനവും ഗോൾഡ് മെഡലും ലഭിച്ചിരുന്നു. നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് തിരൂർ ബഡ് സ്കൂളിലാണ്. ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെയുള്ളൊരു അതുല്യ പ്രതിഭയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസം ഏപ്രിൽ 25 മുതൽ 29 വരെ മധ്യപ്രദേശിലെ ഗോളിയോറിൽ വെച്ച് നടന്ന ദേശീയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോൾ ടീം 1ാം സ്ഥാനം നേടി സ്വർണം കരസ്ഥമാക്കി. അപ്പോൾ ആ ഒരു ടീമിൽ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ തിരൂരിൽ നിന്നും ഒരു അതുല്യ പ്രതിഭ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിന് വേണ്ടി കളിച്ചു. അപ്പോൾ ആ ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അസ്ലഹ് റഹ്മാൻ. ഫുട്ബോൾ, ബാഡ്മിന്റൺ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, സൈക്ലിംഗ് തുടങ്ങി വിവിധ കായിക വിനോദങ്ങളിൽ കേമനാണ് അസ്ലഹ് റഹ്മാൻ. കായികപരമായും കലാപരമായും മുന്നിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥിയാണ് അസ്ലഹ് എന്ന് തിരൂർ ബഡ് സ്കൂൾ പ്രധാനാധ്യാപിക ഷൈജ പറഞ്ഞു. MR ആയിട്ടില്ല അല്ലെങ്കിൽ ID ആയിട്ടുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുക എന്നത് ഏതൊരു ബഹുജന സമൂഹത്തിനും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അപ്പോൾ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വളരെയധികം അത്രയും ക്ഷമാപരമായുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രം അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഈ കുട്ടി, നമ്മുടെ കുട്ടി കായിക മേഖലയിലുള്ള മികവ് പല വിധത്തിലും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനം നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയപ്പോൾ അതിൻ്റെ മുന്നേയുള്ള സമയങ്ങളിൽ കേരളത്തിൽ വെച്ചിട്ട് പവർ ലിഫ്റ്റ് മത്സരത്തിൽ 1ാം സ്ഥാനം ജൂനിയർ വിഭാഗത്തിൽ നമ്മുടെ മോനാണ്. പിന്നെ അതുകൂടാതെ ജനുവരി മാസം ഗോവയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വോളിബോളിൽ 3ാം സ്ഥാനം നമ്മുടെ കുട്ടി ഉൾപ്പെട്ട ടീമിനാണ്. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും അതെ, കായികപരമായും അതേപോലെ തന്നെ കലാപരമായും മികവ് പുലർത്തുന്ന കുട്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ മക്കൾക്കാണ്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതവും മാറ്റിവെച്ച് സർവ്വസമയം ഇവർക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഈ മക്കൾക്ക് ഏതൊക്കെ തരത്തിൽ നമ്മൾ ഉന്നതിയിൽ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മികവുകൾ സമൂഹത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ നിരന്തരം ഞാൻ നിത്യേന ദൈനംദിനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫുട്ബോളിനോടാണ് കൂടുതൽ പ്രിയം. നാട്ടിൽ മിക്കപ്പോഴും ഫുട്ബോൾ കളിക്കാറുണ്ട്. നെയ്മറാണ് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം. നെയ്മറിനെ പോലെ മികച്ച ഫുട്ബോൾ താരമാവണമെന്നതും തന്റെ ആഗ്രഹമാണെന്ന് അസ്ലഹ് പറയുന്നു. ഇപ്പൊ അസ്ലഹിന് ഫുട്ബോൾ ആണോ കൂടുതൽ ഇഷ്ടം, അതോ ബാഡ്മിന്റൺ ആണോ ഇഷ്ടം? ഏത് സ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ട് ആണ് കൂടുതൽ അസ്ലഹിന് ഇഷ്ടം? ഫുട്ബോൾ ആണ് ഇഷ്ടം. എന്തുകൊണ്ട് ഫുട്ബോൾ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഫുട്ബോൾ നാട്ടില് കളിക്കലുണ്ട്. അപ്പോ ബാഡ്മിന്റൺ ഇഷ്ടല്ലേ? അതെന്താ ബാഡ്മിന്റൺ ഇഷ്ടമല്ലാത്തത്? ഫുട്ബോളൊക്കെ കളിക്കല്ലോ. ആദ്യം ഫുട്ബോൾ ആണ് കൂടുതൽ കളിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഈ ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളിക്കാരൻ ആരാണ്? നെയ്മറിനെയാണ് കൂടുതൽ ഇഷ്ടം. നെയ്മറിനെ ഇഷ്ടമുള്ള കാരണം എന്താ? നെയ്മർ ഫാൻസ് ആണ്. എന്തുകൊണ്ട് നെയ്മറിന് ഇഷ്ടപ്പെടാൻ? നെയ്മറിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഇഷ്ടം ഉണ്ടാവുമല്ലോ. നെയ്മറിന്റെ കളിയിലുള്ള എന്ത് കാര്യങ്ങളാണ് നെയ്മറിന് കൂടുതൽ ഇഷ്ടം അസ്ലഹിന്? നെയ്മർ നല്ല കളിക്കും. എങ്ങനെയൊക്കെ, എന്താണ് പ്രത്യേകത നെയ്മറിന്റെ? നെയ്മർ കുഴപ്പമില്ലാതെ മാത്രമേ ഉള്ളൂ. എന്താണ് കുഴപ്പമില്ലാത്തത്? എന്തൊക്കെ നെയ്മറിന്റെ എന്തൊക്കെ ക്വാളിറ്റിയാണ് അസ്ലഹിന് ഇഷ്ടം? നെയ്മർ ഗോൾ അടിക്കും, പിന്നെ സ്കില്ല് എടുക്കും, എല്ലാം എടുക്കും. സഹോദരൻ ഇത്രയും വലിയ നേട്ടം കൈവരിച്ചതിൽ അഭിമാനവും സന്തോഷവുമാണെന്ന് അനുജത്തി അശ്മില പറഞ്ഞു. വീടിന്റെ അഡ്രസ്സ്, ഉപ്പയുടെ ഫോൺ നമ്പർ എന്നിവയെല്ലാം ഇക്കാക്കയെ എഴുതി പഠിപ്പിക്കുന്നതും ഈ കുഞ്ഞനുജത്തിയാണ്. ഓൻ നന്നായി കളിച്ചു. പിന്നെ ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു വന്നു. വീട്ടിൽ കുഴപ്പമില്ല. അടി ഉണ്ടാക്കലുണ്ടോ നിങ്ങൾ തമ്മില്? ഇടക്കിടക്ക് അടി ഉണ്ടാക്കും. ഇപ്പൊ മോള് വരുന്ന പറഞ്ഞ ഫസ്റ്റിനോ? അശ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കലുണ്ടോ? എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കും? അതിന്റെ പേര്, ഉപ്പാന്റെ ഫോൺ നമ്പർ, അഡ്രസ്, വീടിന്റെ അഡ്രസ്, അങ്ങനെ ഇതൊക്കെ അശ്മിലല്ലേ പഠിപ്പിച്ചു കൊടുക്കല്? എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കല്? എഴുതി പഠിപ്പിക്കലാണോ അതോ പറഞ്ഞു പഠിപ്പിക്കലാണോ? എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? എഴുതി പഠിപ്പിക്കും. എന്നിട്ട് പഠിക്കലുണ്ടോ ആള്? ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അശ്മിലെ പഠിപ്പിച്ചു തന്നത്? പഠിപ്പിച്ചു കൊടുത്തേക്കാക്ക് അഡ്രസ്സും നമ്പറൊക്കെ, പിന്നെ പേരൊക്കെ എഴുതും അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ പഠിപ്പിക്കലുണ്ട്? പിന്നെ ആൽഫബറ്റ്സ്, നമ്പർ, അതൊക്കെ.
75% അസ്ലഹിന്റെ ബുദ്ധിപരമായുള്ള വൈകല്യം. എന്നാൽ കലാകായിക രംഗത്ത് ഈ 17കാരൻ ശോഭിക്കുകയാണ്. മാതാപിതാക്കളോടും അനുജത്തിയോടും വലിയ സ്നേഹമാണ് അസ്ലഹിന്. കായിക രംഗത്ത് ഇനിയും നിരവധി നേട്ടങ്ങൾ കൊയ്യാനാണ് ഈ മിടുക്കന്റെ ലക്ഷ്യം. തിരൂർ കാനത്ത് കടവ് സ്വദേശി തച്ചോത്ത് വീട്ടിൽ ഷിഹാബുദ്ദീന്റെയും ഇസ്മുന്നീസയുടെയും മകനാണ് അസ്ലഹ് റഹ്മാൻ. അസ്ലഹിന്റെ ഈ നേട്ടത്തിൽ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അധ്യാപകരും ഒരുപോലെ സന്തോഷിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി ഉപഹാരങ്ങളും അഭിനന്ദനങ്ങളും അസ്ലഹ് ഏറ്റുവാങ്ങി. അപ്പോൾ അസ്ലഹിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. അസ്ലഹ് ഇത്രയും വലിയൊരു കായിക പ്രതിഭ നമ്മുടെ തിരൂരിലുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു അഭിമാന മുഹൂർത്തമാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഈ ഒരു സമൂഹം ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നമ്മൾ നൽകണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും അസ്ലഹിന് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ ഇവൻറ്റുകളിലും പങ്കെടുത്ത് ഒരു കായിക പ്രതിഭയായിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ക്യാമറ പേഴ്സൺ ആസാദിനൊപ്പം റിപ്പോർട്ടർ ആയിഷ, TCV ന്യൂസ്.